ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ മാവ് അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ ആദ്യം കണ്ടത് മാവ് പൊന്തിയിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ ഇതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി മാവ് ഒഴിച്ച് നമ്മൾ ഇഡ്ഡലി ചൂടാക്കാൻ വേണ്ടി വെച്ചു. ഒപ്പം സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പരിപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും സവാളയും കൂടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വേവിക്കാണ്ട് വെച്ച്. പിന്നെ സാമ്പാർ കഷ്ണങ്ങൾ ഇത് 7 തെർമസിനെങ്ങാണെന്ന് തോന്നുന്നു അന്ന്. അപ്പം ഇത് കൊണ്ട് ഞാൻ 2 പ്രാവശ്യം സാമ്പാർ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ഞാൻ സെറ്റാക്കി സാമ്പാറും ഉണ്ടാക്കാൻ വേണ്ടി വെച്ച്. നമ്മൾ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയാണ് 2 പ്രാവശ്യം സാമ്പാർ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ കിച്ചൺ ട്രഷേഴ്സ് ആയിരുന്നു. അപ്പോൾ നല്ല അടിപൊളി സാമ്പാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഒപ്പം ഇഡ്ഡലിയും സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇനിയൊരു തേങ്ങാച്ചട്നി കൂടെ ഇരിക്കണം, കാരണം പിള്ളേർക്ക് സാമ്പാർ അത്ര പിടിക്കില്ല. അപ്പോൾ പിന്നെ തേങ്ങാച്ചട്നി കൂടെ ഉണ്ടാക്കാം. പിന്നെ സാമ്പാർ വെച്ചിട്ട് ഗുണം ഉച്ചയ്ക്കും രാത്രിയൊക്കെ സാമ്പാർ കഴിക്കാറ്, വേറെ കറിക്ക് നോക്കണ്ടല്ലോ. അപ്പോൾ ഇഡ്ഡലിയും സെറ്റായിട്ടുണ്ട്, അതുപോലെ തന്നെ തേങ്ങാച്ചട്നിയും സെറ്റായിട്ടുണ്ട്. ഒപ്പം സാമ്പാറും ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടി ഇരുന്നു. കഴിച്ച് തുടങ്ങി ഒരു ഇഡ്ഡലി കഴിച്ചപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തിരുന്ന് ആലോചിച്ചത്. അപ്പോൾ ഇപ്പോൾ വീഡിയോ എടുത്തു കേട്ടോ. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഒപ്പം മധുരമില്ലാത്ത കട്ടൻ ചായ.